ഇന്ത്യയിൽ തന്നെ ഒരു കോളേജിൽ മാത്രമേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം LKG മുതൽ കോളേജ് വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനം അഡ്മിഷനും അപ്പോയിൻമെന്റിനും പൈസ വാങ്ങാത്ത ഒരു സ്ഥാപനം ഇത് മാത്രമേ ഇന്ത്യയിലുള്ളൂ. വേറൊരു സ്ഥാപനമുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥാപനത്തിന് ഇതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു ബസ് തരാൻ വേണ്ടി അഭ്യർത്ഥിച്ചതിന് അവരെത്ര സ്ഥിരിച്ചാലും മതിയാവുകയില്ല. സർവപക്ഷം ഇനിയും അവർക്ക് ഇതുമായി സംഗതികൾ ചെയ്യാൻ എല്ലാ കഴിവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പ്രസിഡന്റ് അഡ്രസ് ചെയ്യാൻ മതിയാകുന്നു. ഇതിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി ബഹുമാനപ്പെട്ട PK വാര്യരെ ക്ഷണിച്ചു. അദ്ദേഹം താക്കോൽ കൊടുക്കും. ആദ്യം നമ്മുടെ സെക്രട്ടറിക്ക് താക്കോൽ കൊടുക്കുന്ന കർമ്മം നടത്തി അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്നു. എല്ലാവർക്കും എന്റെ നീതമായ നമസ്കാരം. PSMO കോളേജ് വളരെ കേൾവി കേട്ടിട്ടുള്ള കോളേജാണ്. അതിന് ഇത്രയധികം സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. LK ഹാജിയുള്ള സമയത്ത് അതിനെ ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥികളുടെ എല്ലാവരും കൂടി കൂടിയിട്ട്, അവരൊക്കെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരാണ്, വിദ്യാർത്ഥികളല്ല, അവരെല്ലാവരും കൂടിയിട്ട് ഒരു ബസ് വാങ്ങിയിട്ട് കോളേജിലേക്ക് കൊടുക്കുകയാണ്. അതിൽ താക്കോൽ ദാനം ഞാൻ നിർവഹിക്കണം തോന്നിയിട്ട് അവിടെ ഒന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിന്ന് ഉച്ചയ്ക്ക് കൊച്ചിയിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് വരാനാ പറഞ്ഞത്. അയ്യോ അത് ബുദ്ധിമുട്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പറഞ്ഞു, ഞാൻ രാവിലേക്ക് ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യപ്പെടുത്താൻ പറ്റുമെന്നില്ല. രാവിലെ വിശേഷിച്ചൊന്ന് കാത്തിരിക്കേണ്ട അവര് 10 മണിയാകുമ്പോഴേക്ക് ഞാൻ അങ്ങനെ പോവാറുണ്ട്. അപ്പോ അത് മുമ്പായിട്ട് ഒഴിവാക്കാൻ അന്വേഷിച്ചാൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉച്ചയ്ക്കാക്കാൻ ബുദ്ധിമുട്ടാണ്, ആളുകൾക്ക് രാവിലെ ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണോ ഒന്ന് തോന്നുന്നത്. പക്ഷേ ഇവിടുന്ന് പിന്നെ രണ്ടാമത് ഫോൺ ചെയ്തു രാവിലേക്ക് ആക്കിയിട്ടുണ്ട്. 9:30 എത്തിയാൽ മതി, 10 മണിയാകുമ്പോഴേക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് 9:30 എത്തിയാൽ തിരക്കില്ല നോക്കി. അപ്പൊ പിന്നെ ഒഴിവൊന്നുമില്ല. ഞാൻ സന്തോഷത്തോടുകൂടി നിർവഹിക്കുകയാണ്. ഇത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒരു ബസ് കൊടുക്കുക. ഈ ബസ്സിന്റെ ഉപയോഗം വളരെ ഈ പഠനത്തിനുള്ള സർട്ടിഫിക്കറ്റുകൾ ഓരോ ദിക്കിലേക്ക് കുട്ടികളെ കൊണ്ടുപോയിട്ട് പഠനം നടത്താനുള്ള സൗകര്യം ഉണ്ടാകുന്ന ബസ്സിന് സൗകര്യമുണ്ട്. അങ്ങനെ പല സൗകര്യങ്ങളും ഈ ബസ്സിനെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഈ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ട് കുട്ടികൾ ചെയ്യാന്ന് പറയുമ്പോൾ ആളുകളുടെ ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് സാധിക്കുന്നവർ ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഈ കോളേജിൽ പഠിച്ചു ഉന്നതന്മാരായിട്ട് വന്നിട്ടുള്ള പലരുമുണ്ടോ എനിക്കറിയാം. ഈ കോളേജ് വളരെ നല്ല കേൾവി കേട്ടിട്ടുള്ള ഒരു കോളേജാണ്. മാത്രമല്ല മറ്റേ നമ്മുടെ ആയുർവേദ കോളേജിൽ ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഈ കോളേജ് അങ്ങോട്ട് മാറ്റണമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിന് അവിടെ കുറച്ച് സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ വേണ്ടെന്ന് വെച്ചു. ആ സ്ഥലമാണ് വാസ്തവത്തിൽ ഇബ്രാഹിമാജി, എഡ്രിക്കോട്ടിൽ ഇബ്രാഹിമാജി കോളേജിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തന്നത്. അദ്ദേഹം ഏർപ്പെട്ടിട്ടാണ് ഇത് വാങ്ങി തന്നിട്ടുള്ളത്. അത്രയും 10-22 ഏക്കർ സ്ഥലം ആ കോളേജിന്റെ സ്ഥലം മുഴുവൻ വാങ്ങി തന്നത് അദ്ദേഹമാണ്. ഇവിടെ താങ്കൾ മാറ്റുന്നത് ഇനി വേണമെങ്കിൽ വാളപ്പുറത്തെ സൈഡിൽ കുറച്ച് ഇത് വേണമെങ്കിൽ തരാമെന്നുണ്ട്. അത് വേണ്ട മതിയെന്ന് പറഞ്ഞിട്ട് വരികയാണ്. ഇത്രയും നമ്മുടെ സൗഹാർദ്ദത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇതുവരെ ഉണ്ടായില്ല. ഇബ്രാഹിമാജിയാണ് ഞങ്ങൾക്ക് ഇവരുടെ സഹായങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇവിടെയും പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ വക സന്ദർഭങ്ങൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ നിർവഹിക്കാറുള്ളത്. ഇപ്പോഴും അതെ, ഈ വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും വേണ്ടില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുകയും എല്ലാവരും കൂടി ചേർന്ന് കാണുകയും ചെയ്യുന്നത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ താക്കോല് ഇതിന്റെ സെക്രട്ടറിക്ക് കൊടുത്തത്, പിന്നെ ഇതിന് ശ്രമിച്ചതിന്റെ ഭാരവാഹികൾ നന്ദി പറയുകയും ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിക്കുന്നു.